ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അഡലെയ്ഡ് പോവാണ് കേട്ടോ. അഡലെയ്ഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഒരു മെയിൻ സിറ്റീസിലൊന്നാണ്. 5ാമത്തെ മെയിൻ സിറ്റിയാണ് കേട്ടോ. ഫസ്റ്റ് സിഡ്നി, മെൽബൺ, ബ്രിസ്ബൻ, പെർത്ത്, അഡലെയ്ഡ്, അങ്ങനെ 5ാമത്തെ സിറ്റിയാണ്. അപ്പോൾ അഡലെയ്ഡ് എന്ന് പറയുന്നത് സൗത്ത് ഓസ്ട്രേലിയയിലെ സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പായിട്ട് പോവാണ്. നിറച്ച് ഇപ്പോഴേ കഴിക്കാൻ തുടങ്ങി. കൊട്ടിനിവിടെ ഇറങ്ങി കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ വഴിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനമാണ്. അതൊക്കെ ഇപ്പോഴേ കഴിച്ചു തുടങ്ങി. നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോവാണ്. യോഗ മാറ്റും കൊണ്ടൊക്കെയാണ് പോകുന്നത്. എനിക്ക് വയ്യ. റിച്ചുകുട്ടനാണെങ്കിൽ വണ്ടിയിലിരുന്ന് ബോറടിക്കുന്നത് വരയ്ക്കാനും എഴുതാനൊക്കെ ബുക്കും പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് 8 മണിക്കൂർ 2 മിനിറ്റ്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ 717 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റായി പോകാണ് കേട്ടോ, ഇറങ്ങാൻ പോവാണ്. ഇറ്റാലിയൻ റിച്ചുകുട്ടൻ സെക്കൻഡ് ലാംഗ്വേജ് ഇറ്റാലിയൻ പഠിക്കുന്നുണ്ട് സ്കൂളിൽ. അതിൻ്റെ പ്രതിഫലനമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടൊരു ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇവിടെ വന്നിട്ട് ഇത്രയും ലോങ് പോയിട്ടില്ല. ഈവൻ അയർലൻഡിലാണെങ്കിൽ പോലും എവിടെയും പോയിട്ടില്ല. അയർലൻഡിലാണെങ്കിലും 4 മണിക്കൂറും 5 മണിക്കൂറൊക്കെ മാക്സിമം രാജ്യം ഒരു വശത്ത് അപ്പുറം വരെ പോകാനുള്ളത്. നമ്മൾ ഡൊണീഗൽ പോയതാണ് ഏറ്റവും കൂടുതൽ. ഇലക്ട്രിക്കലി 5 മണിക്കൂറുണ്ടായിരുന്നു. അതാണ് ഏറ്റവും ലോങ് പോയതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും കിലോമീറ്റർ ഇല്ലായിരുന്നു. തിരുവനന്തപുരം പോയി. പക്ഷെ നമ്മളല്ല വണ്ടി ഓടിച്ചത്. ഞാൻ കൊച്ചിക്ക് വണ്ടി അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും കിലോമീറ്റർ ഇല്ലായിരുന്നു. സമയം ഇതുപോലെ 8 മണിക്കൂറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും ലോങ് ആയിട്ട് നാട്ടിൽ ഓടിച്ചിട്ടുള്ളത്. പക്ഷെ കൊച്ചിയിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? 600, 300, 7 മണിക്കൂർ. നമ്മൾ രാത്രി ഓടിച്ചപ്പം 6 മണിക്കൂർ അങ്ങനെ അടുത്തുള്ളൂ. അപ്പം അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കും അഡലെയ്ഡിലേക്ക് മെൽബണിൽ നിന്ന് ട്രെയിനും ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് വേറെ എവിടെയൊക്കെ ട്രിപ്പിന് പോകണമെങ്കിൽ കാറ് വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ കാർ എടുത്ത് മെയിനായിട്ട് പിന്നെ നമ്മുടെ ഒരു കംഫർട്ട് നമ്മൾ വണ്ടി തന്നെ പോവാണെങ്കിൽ നമുക്ക് നിർത്തിയും ഇതാക്കി പോകാലോ. ട്രെയിനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ബാത്റൂമും എന്നാലും അതിലെ ആൾക്കാരൊക്കെ അടുത്തുള്ള ഒരു അസൗകര്യം നമുക്ക് ഇടയ്ക്ക് തോന്നിയായിരുന്നു. കരച്ചിൽ നമുക്ക് പിള്ളേരെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സംശയമാണ് അവർക്ക് നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടാകുമെന്ന്. അപ്പം എന്തായാലും നമ്മൾ പോവുകയാണ്. അഡലെയ്ഡിലേക്ക് പോകുന്ന ഒരു സാധാരണ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ദൂരയാത്രയൊക്കെ പോകുമ്പം കുറേ വിജനമായ സ്ഥലങ്ങളും കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പെട്രോൾ പമ്പൊന്നും ഇല്ലാതെ അങ്ങനെ ഫുള്ള് വിജനമാണെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ മെൽബൺ ടു അഡലെയ്ഡ് അത്ര വിജനമല്ലെന്നാണ് കേട്ടത്. ഇടയ്ക്കിടയ്ക്കൊക്കെ കടകളുണ്ട്. ഇടയ്ക്കിടയ്ക്കെന്ന് വെച്ചാൽ 2 മണിക്കൂർ ഒക്കെ ഇടവിട്ട് കടകളും അത്യാവശ്യം നമുക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടെന്നാണ് കേട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പെട്രോളൊക്കെ ഫുള്ളടിച്ച് കൂടുതൽ വിക്ടോറിയ കൂടിയാണ് പോണത്. നമ്മള് വിക്ടോറിയ കൂടുതലാണ്. വിക്ടോറിയ കൂടെയാണ് നമ്മുടെ മാക്സിമം ടൈം നമ്മൾ പോകുന്നത്, ഡ്രൈവ് ചെയ്യുന്നത്. വിക്ടോറിയ അത്യാവശ്യം വലിയൊരു സ്റ്റേറ്റ് ആണ്. നമ്മുടെ ടാസ്മാനിയയുടെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വലിയ സ്റ്റേറ്റ് ആണ്. ടാസ്മാനിയ കഴിഞ്ഞിട്ട് കുഞ്ഞ് സ്റ്റേറ്റ് വിക്ടോറിയ അല്ലേ. എന്തായാലും വിക്ടോറിയ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ വിക്ടോറിയ കൂടി നമ്മൾ കൂടുതൽ ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. വിക്ടോറിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഏറ്റവും ആദ്യം വന്ന് ഡെവലപ്പായ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇതിന്റെ റീജിയണൽ ഏരിയയിലൊക്കെ അടുത്തടുത്താണ് കിടക്കുന്നത്. റീജിയണലി അടുത്തടുത്ത് ടൗണുകളുണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അത്രയ്ക്ക് വിജനമായിരിക്കില്ല. ശരി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയും മറ്റേ നമ്മുടെ നോർത്തേൺ ടെറിട്ടറിയൊക്കെയാണ് ഏറ്റവും വിജനമായിട്ടുള്ള ഏരിയകളൊക്കെ. ലോങ് ഡ്രൈവ് അറിയില്ല, കണ്ടിട്ടില്ല നമ്മള്.
എന്തായാലും നമുക്ക് പോയി കണ്ടറിയാം. ചോദിച്ച് പോവാന്ന് പറഞ്ഞാൽ ചേച്ചന് രാവിലെ എണീറ്റപ്പോൾ പോലെ തുമ്മല അലർജിയൊക്കെ, അതുകൊണ്ട് മാസ്ക് മെൽബൺ വന്നത് ഒരു 2-3 മാസമായിട്ട് അലർജി സീസൺ തുടങ്ങി. അന്നോട്ട് എനിക്ക് ജലദോഷവും അലർജി ഇതൊക്കെ തന്നെയാണല്ലോ. കാപ്പി മാത്രമേ കഴിക്കാം. നമ്മള് ബെല്ലാററ്റ് എന്നാണ് പറയുന്നത്. നമ്മള് ബെല്ലാററ്റ് എത്തിച്ചിട്ട് നമ്മള് എന്താ പറയാ, നമ്മള് ടച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിലേക്കൂടെ ഇങ്ങനെ പോകുന്നു. നല്ല ഗോതമ്പ് പാടങ്ങൾ കേട്ടോ, ഗോതമ്പാണെന്ന് തോന്നുന്നു. കുറേ ഏരിയ അങ്ങനെ. അവിടെ ഒരു ലേക്കാണ് എന്തുകൊണ്ട്. ഇവിടുത്താ വഴി നല്ല വഴിയായിരുന്നു, ഡ്രൈവിംഗ് ഈസിയാണ്. നമ്മള് ചെറിയൊരു ബ്രേക്ക് എടുക്കാണ് കേട്ടോ. റോഡ് സൈഡിൽ എടുത്തിയേക്കണേ സിമ്പിൾ കാണിച്ചു വേണ്ട. തണലും ചെയറും, മരത്തിൻ്റെ തണലും ചെയറും കാണിച്ചപ്പോൾ അങ്ങോട്ട് കയറി. ശരിക്കും മാറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടില്ല നമ്മളിവിടെ കയറി അല്ലേ. ചിപ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷോർട്ട് ബ്രേക്ക്. ലിയോ കോട്ടൻ കരഞ്ഞപ്പം നിർത്തിയ. ഉറങ്ങി കുറച്ചു നേരം. നല്ല വഴിയായിരുന്നു അല്ലേ. കുറെ കൃഷികളും കുറെ ആടുകളും പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഈച്ചയാട്ടോടെ ഇത് മുന്തിരിത്തോട്ടങ്ങളാണ്. നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടോ. ഹംഗ്രി ജാക്സി വന്ന് നമ്മള് ലഞ്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ചുമച്ചാണല്ലോ. ലിയോ കുട്ടന് യാത്രക്കിടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് ഇങ്ങനത്തെ പാക്ഡ് ബേബി ഫുഡ് മേടിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ മണിക്കൂർ അങ്ങോട്ട് എടുത്തു അല്ലേ. കുറച്ച് പൂക്കളൊക്കെ ഉണ്ടല്ലോ അവിടെ. പൂക്കളല്ലേ ഇല്ലല്ലേ. അഡിലേഡ് സ്ട്രൈറ്റ് വഴി റൈറ്റ് ലൈൻ കേട്ടോ. ട്രെയിൻ പോണം, കുറേ നേരം കൂടി ട്രെയിൻ. ട്രെയിനിലാന്ന് പറയാം. ഇത് ട്രെയിൻ അല്ലേ.
വലുതാണല്ലോ. ഉണ്ട് പക്ഷെ നമ്മള് കണ്ടു. എന്ത് വിജനമായ ഫാമുകളാണ്. ഗോതമ്പാണോ ബാർലിയാണോ എന്താണോ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, നമുക്കറിയുന്നില്ല. ഗോതമ്പാണോ? ഗോതമ്പാ. നല്ല സ്വർണ്ണ കളറാ എന്താ പറയാ. ഹംഗേരി ഫ്ലൈ ഓവർടേക്ക്. ഏരിയ നോക്കത്താ ദൂരം വരെ അല്ലേ? അതിന് അങ്ങോട്ട് കാണുന്നില്ല. കണ്ണത്താ ദൂരം. ആ അതെ, സെയിം മീനിങ് ആണ്. നല്ല ചൂടായി. 33 ഡിഗ്രി കാണുന്നുണ്ടോ? നല്ല വെയില. ഏസിട്ടേക്കാണ്. ഇത് വിക്ടോറിയ ആണ്, വിക്ടോറിയയുടെ റിയൽ ഏരിയ. വിക്ടോറിയ തന്നെ പല വെതറല്ലേ, മെൽബണിലെ വെതറല്ല പല സ്ഥലങ്ങളിൽ. വിക്ടോറിയ തന്നെയുള്ള സ്ഥലങ്ങളിൽ പല ടെമ്പറേച്ചർ. ഇതിപ്പോ മെൽബണിന് എന്തോരം ദൂരായത്. വിക്ടോറിയയുടെ ഒരു മൂല താറ്റും താരത്തിന്റെ ടിപ്പല്ലേ മെൽബൺ. വിക്ടോറിയ അത്യാവശ്യം നല്ല വലിയ സ്റ്റേറ്റ് അല്ലേ? അഡ്ലീഡ്, നമ്മളെ അഡ്ലീഡ് പോകുന്ന വഴിക്ക് മജോറിറ്റി വേയും വിക്ടോറിയ കൂടെ പോണത്. 90% വിക്ടോറിയ കൂടെ പോണത്. എന്നിട്ട് അവിടെ നിന്നാണ്ടോ ഓരോ 1, 2, 3 മണിക്കൂർ 2 മണിക്കൂർ അങ്ങാണ്ടേ ഉള്ളൂ സൗത്ത് ഓസ്ട്രേലിയ കൂടെ പോണത്. അപ്പോൾ സൗത്ത് ഓസ്ട്രേലിയയും ഒരു ഇങ്ങേയറ്റം ആണ്, വിക്ടോറിയോട് ചേർത്ത് നിൽക്കുന്ന ഭാഗത്താണ് അഡ്ലീഡ് ഇരിക്കുന്നത്. പിങ്കിലേക്കാണ് അത്. നമ്മുടെ പിങ്കിലേക്കുള്ള കാര്യം അറിഞ്ഞില്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നിർത്താൻ. എനിക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ജസ്റ്റ് എന്താ കണ്ട, പക്ഷെ പിങ്ക് ലേക്ക് എന്നാണ് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അപ്പൊ വാച്ച് നോക്കി കണ്ടിരിക്കുന്നുണ്ട്. അത് പിങ്ക് ലേക്ക് കണ്ടു, പിങ്ക് ലേക്ക് കണ്ടു. അല്ല അങ്ങനെയല്ല, നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റിയില്ല എന്ന് ഉദ്ദേശിച്ചു. എന്തായാലും തിരിച്ചു വരുമ്പോ കാണാം. എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്, ഏതൊക്കെ ഇവിടേക്കും കണ്ടിട്ടുണ്ട്, പിങ്കിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ വഴിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചില്ല. കാരണം നമ്മള് നേരെ ഇവിടുന്ന് അഡ്ലീഡ് പിടിക്കാന്നുള്ള ചിന്തയിൽ നമ്മൾ പോണത്. പ്രതീക്ഷിച്ചില്ല. ഞാൻ റോഡോട് കണ്ടു, പക്ഷെ പ്രതീക്ഷിച്ചില്ല. തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിർത്തി നോക്കാം. ഇതാ നമ്മളിവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാ. ഇത് ഹിൽ എന്നൊക്കെയാ സ്ഥലത്തിൻ്റെ ഹിൽ എന്നാണ് തോന്നുന്നു പറയുന്നത്. N സൈലൻ്റ് ആണെന്ന് തോന്നുന്നു. NHILL ആണ്. അപ്പം ഇവിടെ കുറച്ച് പാർക്കും കുറച്ച് ആക്ടിവിറ്റീസിനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. റിച്ചുകുട്ടനൊന്ന് ഓടാനും ചാടാനും കളിക്കാനൊക്കെ ഒരു സ്ഥലം നോക്കി അങ്ങ് നിർത്തിയതാണ്. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് ആവും, അവനും ഒരു ബോറടി മാറും. അങ്ങനെ ഇനി നമുക്കൊരു 3.5 മണിക്കൂർ കൂടെ ഉണ്ട്. അവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ടല്ലോ. ഈ സ്ലൈഡ് അവിടെ നിന്നുണ്ട് പൊന്നെ. നോക്കിച്ചാണ് അവിടെ പോയി വർക്കൗട്ട് ചെയ്യുന്നു. എന്താ അതാ റിച്ചുകുട്ടൻ അതിൻ്റെ മണ്ടയില്. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അല്ലേ കണ്ണാപ്പി? ലീക്കുട്ടന് കുറച്ച് ആക്ടിവിറ്റി ആക്കട്ടെ. എല്ലാവർക്കും ആക്ടിവിറ്റി ടൈമാണ്. മറിഞ്ഞു വന്നപ്പോഴത്തേക്കും ടവല് തീർന്ന്
പായ എടുത്തിട്ട് വരണമായിരുന്നല്ലേ. യോഗമാറ്റൊന്നും അങ്ങനെ തികയില്ല ഇപ്പം. ആളിപ്പോ എന്ത് മാറ്റെടുത്ത് എന്താ പറയാ, പായ എടുത്തിട്ട് വന്നാലും പുറത്ത് ചാടും. ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ ലിയോക്കട്ടന് ഫുഡ് കൊടുത്തോണ്ടിരിക്കായിരുന്നു. ഉച്ചക്കട്ടന് ഹാപ്പി ആയോ സ്ലൈഡ് കണ്ടപ്പോ? പോവാനായേ വേണം അവിടെ പോയി കളിച്ചോ പത്തില്. അതൊന്നറിയില്ലേ? ഇതാ അത് നോക്കിയൊരു നല്ല തത്തമ്മ. ഇത് ഈ പ്രദേശം നിറയെ ഒരുതരം പക്ഷികളാണ്. ഒരുതരം എന്ന് വെച്ചാൽ കൊക്കച്ചു എന്ന് പറഞ്ഞൊരു തത്തമ്മേനെ പോലെ ഇരിക്കും, പക്ഷെ വെള്ള കളറ്. കണ്ട ആ സൂം ചെയ്തപ്പോ നന്നായി കാണുന്നുണ്ട് കേട്ടോ. അതിന്റെ കഴുത്തേലൊരു ചുവന്ന കളറ് കണ്ടാ നോക്കുന്നു. അമ്പട കളർ. കൊക്കറ്റുവിനെ കുറിച്ചുള്ള ഇംഗ്ലീഷിലുള്ള പോയട്രികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ഇവിടെ കൊറേ തത്തമ്മകളും ഉണ്ട് കേട്ടോ. പോയിച്ച് നമ്മള് സൗത്ത് ഓസ്ട്രേലിയയിലോട്ട് കേറി കേട്ടോ. പക്ഷെ ആ ബോർഡർ ഒരു ചെറിയൊരു ബോർഡ് ഉണ്ടായിരുന്നു, വെൽക്കം ടു സൗത്ത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട്. അത് എടുക്കാൻ പറ്റിയില്ല, അപ്പത്തേക്കും കഴിഞ്ഞു. നമ്മള് സ്പീഡ് പോകുന്നോണ്ടേ. പിന്നെ എന്നിട്ട് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ക്വാറന്റൈൻ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാല് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലേ, വേറെ എന്തൊക്കെ സാധനങ്ങളൊന്നും അങ്ങോട്ടേക്ക് സൗത്ത് ഓസ്ട്രേലിയയിൽ ക്രോസ് ചെയ്യാണല്ലോ. അപ്പൊ ഒന്നും കയറ്റാൻ പാടില്ല. അപ്പം എല്ലാം കൊണ്ട് ഡംപ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ക്വാറന്റൈൻ ബിന്ന് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് ഡംപ് ചെയ്യണം പോലെ എല്ലാ സാധനങ്ങളും. ഇനിയിപ്പോ ക്വാറന്റൈനിൽ കിടക്കണമെന്ന് കോവിഡിന്റെ ഓർമ്മകൾ. അപ്പൊ നമ്മള് അങ്ങനെ സാധനങ്ങളൊന്നും, നമുക്ക് കുറച്ച് ഓറഞ്ച് ഉണ്ട്, വേറെ ഒന്നും ഇല്ല നമുക്കെടുത്ത്. പക്ഷെ ഇവിടെ ചെക്കിങ് അങ്ങനെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നുട്ടോ. ഇവിടെ ഒരു സ്ഥലപ്പേരുണ്ടോ, പിന്നാരോ 132 കിലോമീറ്റർ. അഡലേഡിലേക്ക് എത്രയാ നോക്കിയില്ല. നമുക്ക് 8 മണിക്കൂർ ഉണ്ടായിരുന്നു അഡലേഡ് വരെ. പക്ഷെ അതില് 5 മണിക്കൂർ വിക്ടോറിയ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ ബാക്കിയുള്ളപ്പോഴാണ് നമ്മള് സൗത്ത് ഓസ്ട്രേലിയ ബോർഡർ കടന്നത്. സമയം ഇപ്പം 7:15 സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ചോണ്ടിരിക്കുകയാണ്. അത് എന്റെ മുഖത്തോട്ട് സൂര്യൻ അടിക്കുന്നത്. സൺസെറ്റ് 7:30 ഇതിന് സൺസെറ്റ് 9 മണിയെങ്കിലും ആവുമ്പോ. അപ്പം നമ്മളിപ്പോ എത്ര മണിക്ക് എത്തുന്ന? 9:30 നമ്മൾ എത്തുന്നത് കേട്ടോ. അപ്പത്തേക്ക് സന്ധ്യ ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട്. നമ്മള് വിന്റർ ആയിരുന്നെങ്കിൽ ഇരുണ്ടേനെ. സമ്മർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. നമ്മളീ പോരുന്ന വഴി ഒരു 3-4 കിലോമീറ്റർ ഇന്റർവെല്ലില് എല്ലായിടത്തും ഇങ്ങനെ തണൽ മരങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കാണിക്കും. ഒരു ബോർഡ് എഴുതിയിട്ടുണ്ടാവും, മരത്തിന്റെയും ബെഞ്ചിന്റെയും ഒക്കെ പടം വെച്ചിട്ട്. അപ്പൊ അങ്ങനെ മരവും ബെഞ്ചും ഇരിക്കാനുള്ള സൗകര്യവും അങ്ങനെയൊക്കെ ചെറിയ എല്ലായിടത്തും ഈ ഒരു ഇന്റർവെല്ലിൽ എല്ലായിടത്തും റോഡ് സൈഡിലുണ്ട്. അപ്പൊ നമുക്ക് നിർത്തി പോവാം. അതുപോലെ റോഡിൽ കൂടെ എല്ലാം ചെറിയ ഗ്യാപ്പില് എഴുതിയിട്ടുണ്ട്. ഓരോ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ആയു ചായ ടേക്ക് എ പവർ നാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കണ്ടോ, ഇവിടെ കുറേ ഇതുപോലത്തെ പുല്ലുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കൂട്ട് പുല്ല്. അതിൻ്റെ പൂവാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ വയനാടൻ പുല്ലെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ പൂവല്ല, അതിന് വ്യത്യാസമാണ്. അത് ഗോതമ്പ് വെച്ചേ. അത് പറിച്ചു തരുമോ? ഇത് ഗോതമ്പാണ്, ബാർലിയാണ്, ഓട്സ് ആണ്. എന്താണ് ഗോതമ്പാണ്? ഇത് കണ്ടോ ഗോതമ്പ് നിൽക്കുന്ന കണ്ടോ മക്കളെ? ഗോതമ്പ് ഇതാണ് ഗോതമ്പ് ടച്ച്. ഇത് റോഡ് സൈഡിൽ നിൽക്കുന്നതാണ്. റോഡ് സൈഡിൽ മറ്റേ ഇങ്ങനെ ഈ നമ്മുടെ തണല് ഇരിക്കാൻ വന്നിടത്ത്. അങ്ങോട്ട് വരച്ചത് കാറ്റത്ത് പാറി ഇങ്ങോട്ട് വന്ന് ഇവിടെ തന്നെ ഉണ്ടായതാ. അതെ. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുത്ത് പോകാനും എല്ലാം നമുക്ക് യാത്ര ഒട്ടും ടയേർഡ് ആവത്തില്ല. ലോങ് ആണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ
നമുക്ക് നിർത്തി റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അത്ര വിജനമായിട്ടുള്ള സ്ഥലങ്ങളും അല്ല അല്ലേ. വിജനമായിട്ടുള്ള സ്ഥലം കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുറേ നീളത്തിലില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാല് ചെറിയ ചെറിയ സ്ഥലങ്ങൾ, ചെറിയ ചെറിയ ടൗണുകൾ വരുന്നുണ്ട്. ആ ടൗണിലെല്ലാം പെട്രോൾ പമ്പും ചെറിയൊരു കടകളും നമുക്ക് കഴിക്കാൻ മേടിക്കാനും ടോയ്ലറ്റും അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഞാനിങ്ങനെ പറയായിരുന്നു. ഇത് ഞാൻ ഈ സാധനം എന്താന്ന് തപ്പാൻ വേണ്ടിയിട്ട് പോയതാണ്. തപ്പാൻ വേണ്ടിയിട്ടല്ല, കാണാൻ വേണ്ടിയിട്ട്. ഇത് ഗോതമ്പാണോ വേറെ എന്തിനാണ്? പക്ഷെ ഇത് ഗോതമ്പല്ല. കണ്ടോ, ഞാനിതിങ്ങനെ റോട്ടിൽ നിന്ന് ഞാൻ ഇച്ചോണ്ട് പറയുന്നുണ്ട് ഇത് ഗോതമ്പല്ല, ചെയ്ത് വേറെ എന്ത് ഒരു ചെടി പോലെയാണ്. ഗോതമ്പ് മറ്റേ നെല്ല് പോലെ, മീൻസ് അങ്ങനെയാണല്ലോ. എന്ത് സാധനം എന്നൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഇത് കൃഷിയാണ്, കൃഷി ചെയ്തേക്കുന്നതാണ് ഇവര്. ഇങ്ങനെ എന്താ പറയുക, കുറേ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട്. എന്താണെന്നൊരു പിടുത്തമില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. സൺസെറ്റ് ആവാൻ പോകുന്നു കേട്ടോ. സമയം ഇപ്പം 8:30 സൂര്യനെ അങ്ങ് കാണുന്നില്ല. ഓൾമോസ്റ്റ് സൺസെറ്റ് ആവുന്നു. അതാ സൂര്യൻ. ഗോൾഡൻ അവേഴ്സ് ആണ്. സൺസെറ്റ് കഴിഞ്ഞു കേട്ടോ. കംപ്ലീറ്റ് സൺസെറ്റായി. ഒരു നല്ല ഓറഞ്ച് കളർ കാണാം. സമയം 8:45 ഇപ്പം. അടിപൊളി കണ്ടോ. എന്ത് രസമല്ലേ സൺസെറ്റായി. എന്ത് രസം. അടിപൊളി തീ ഓറഞ്ച് കളർ. അയ്യടാ, നല്ല സൺസെറ്റിന്റെ ഒരു ഗോൾഡൻ ആണ്. ശരിക്കും സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ആകാശം നല്ല നല്ല സൺസെറ്റിന്റെ സമയത്തിനെക്കാട്ടിലും. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ 9:30 ആയിട്ടോ രാവിലെ. പിന്നെ നമ്മൾ കുറേ നിർത്തി നമ്മളൊരു 10 സ്ഥലത്തെങ്കിലും കൊണ്ടുകൊണ്ട് നിർത്തിയല്ലേ ചേ. അങ്ങനെ നിർത്തി. ഇറച്ചിക്കൊട്ടാണ് എപ്പോഴും വെള്ളം കൊട്ടില്ല. അപ്പൊ അങ്ങനെ നിർത്തി പിന്നെ ഇടയ്ക്ക് ലീവ് കൊടുത്തു. അതെ, അപ്പൊ ഇടയ്ക്ക് കുഞ്ഞാവേനെ പക്ഷെ കുഞ്ഞാങ്ങനെ കരയുന്നില്ല. അതെ സത്യം മിടുക്കനായിട്ട് ഇരുന്നു കേട്ടോ. അതെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്ന. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ലല്ലബി ഇട്ടേക്കാണ്, താരാട്ട് പാട്ട്. അപ്പൊ അതിന്റെ ഒരു ഇങ്ങനെ ഒരു പിയാനോ യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ അതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു രസം അത് കേട്ടിരിക്കാൻ അല്ലേ. നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഇതൊരു മ്യൂസിക്കാണ്. അപ്പൊ അങ്ങനെ അത് ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞങ്ങളത് അങ്ങനെ വെച്ച് എടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആളോക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മളിങ്ങനെ കുറേ നിർത്തി ആയതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ പണ്ടേ എത്തായിരുന്നു. 8 hour ആണ് ഒറ്റ സ്ട്രെച്ച്. 8 hour ഒറ്റ സ്ട്രെച്ച് പോകാൻ പറ്റില്ല. 2 ബ്രേക്ക് എടുത്താലും നമുക്കൊരു 9 മണിക്കൂർ കൊണ്ട് എത്താം, അല്ല ഒരു 10 മണിക്കൂർ കൊണ്ട്. നമ്മളിപ്പം കുറേ സ്ഥലത്ത് നിർത്തി പോകാനാണ് ഇത്രയും വൈകിയത്. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നമുക്ക് അടിച്ച് 6 മണിക്ക് എത്തുന്നില്ല, 6:20 ആകുമ്പോൾ അടിച്ചത്. ഇപ്പൊ നമ്മൾ 4 മണിക്കൂർ റെസ്റ്റ് ആയി. നമുക്ക് 10:05 എത്തണം. പിന്നെ വേറൊരു കാര്യം ഇപ്പഴേ ശ്രദ്ധിച്ചത്, സമയം മാറി. അല്ല മുന്നോട്ടല്ല, അവര് അഡലേഡുകാർ 1/2 മണിക്കൂർ പുറകോട്ടാ. നമുക്കിപ്പോ സമയം എത്ര 8:45 നമ്മുടെ മെൽബൺ ടൈം. പക്ഷെ അഡലേഡിൽ 8:04 ആയിട്ടുള്ളൂ. 1/2 മണിക്കൂർ അവര് പുറകോട്ടാണ്. അത് രസം അല്ലേ, നല്ല രസമുണ്ട്. നമ്മുടെ ലാസ്റ്റ് ബ്രേക്ക് പ്ലേസ് ആണ് കേട്ടോ ഇത്. ശരിക്കും ഇനി നമുക്ക് 50 മിനിറ്റും കൂടെ ഉള്ളു. 50 ഇല്ല, 45 മിനിറ്റ് കൂടെ ഉള്ളു. അപ്പൊ നമ്മള് ഇപ്പൊ നിർത്താതെ പോവാന്നൊക്കെ വിചാരിച്ചപ്പോ തീർച്ചയായിട്ടും ഒരു രക്ഷയില്ല, മുള്ളം മുട്ടിട്ട്. നമ്മളിപ്പം 1 hourനുള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും
എല്ലാം പെട്ടെന്ന് അടുത്തടുത്ത് ചെറിയ ചെറിയ ടൗണുകളൊക്കെ ആയിട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മൾ പോരുന്ന വഴിക്ക് റോഡ് ഇത്രയും ദൂരെ യാത്രയാണെങ്കിലും റോഡിൽ എപ്പോഴും വേറെ വണ്ടികളുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രിയാണെങ്കിൽ പോലും വണ്ടികൾ അത്യാവശ്യമുണ്ട്. നമുക്കിങ്ങനെ നമ്മൾ മാത്രമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീൽ തോന്നത്തില്ല. പിന്നെ ഒരു അത്ഭുതം എന്ന് പറയാൻ, നമ്മൾ പെട്രോള് ഇതുവരെ അടിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങളാണെങ്കിൽ കണക്ക് കൂട്ടിയതൊരു 3 പ്രാവശ്യം, മിനിമം 3 പ്രാവശ്യം അടിക്കേണ്ടി വരും. കാരണം ഓൾറെഡി ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് വന്നിട്ടും ഒരു 3 പ്രാവശ്യം കൂടി വീണ്ടും അടിക്കേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ നല്ല ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടി നമുക്ക്. അതുകൊണ്ട് ഒട്ടും അടിക്കേണ്ടി വന്നില്ല. നമ്മള് കഴിഞ്ഞ ആഴ്ച ഫുൾ ടാങ്ക് അടിച്ചാണ്. ഒരാഴ്ച ഓടിയതാണ്. അതിന്റെ ബാക്കി വെച്ചാൽ വന്നത്. നമ്മളങ്ങനെ ഓടുന്നില്ലല്ലോ ഒരാഴ്ച ഓടിയെന്ന് പള്ളി പോക്കും മാത്രം. അപ്പൊ നമുക്ക് അഡലേഡ് വരാൻ വൺ സൈഡിലേക്ക് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ മതി. നമ്മളിങ്ങ് പോരുന്ന വഴി കൂടുതലും 110 കിലോമീറ്റർ സ്പീഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് 100, പിന്നെ ടൗണുകൾ വരുമ്പം 80, 60 ഒക്കെ ആ റേഞ്ചിൽ. ടൗണുകൾ കുറവായിരുന്നു, എന്നാലും കൂടുതലും 110 ആയിരുന്നു. പക്ഷെ നമ്മൾ 110-ൽ അങ്ങനെ വന്നില്ല. നമ്മൾ 100 റേഞ്ചിലാണ് വണ്ടി ഓടിച്ചത്. 110 വരുമ്പോഴത്തേക്കും ഇത് അല്ലേ. അല്ല, നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവിടെ ഈ അടുത്തടുത്ത് ഈ ഏരിയ എത്തിയപ്പോഴത്തെ ഇച്ചിരി ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ വന്നു. കയറ്റം വണ്ടി കയറാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഈ സാധനം നമ്മുടെ ഇത് RPM ഇച്ചിരി കൂടുതൽ കയറാൻ തുടങ്ങിയത്. നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് 110 കയറാനായിട്ട് വന്നപ്പോഴത്തേക്കും പെട്രോൾ നല്ലോണം എടുക്കുന്നതാണ് എനിക്ക് തോന്നി. നമ്മള് ടണലിൽ കയറാണ് കേട്ടോ. അഡലേഡ് സിറ്റി, അതായത് CBD കൂടെ കയറുന്നില്ല, നമ്മൾ അതിന്റെ സൈഡിൽ കൂടെയാണ് പോണത്. നമ്മള് നല്ല ശാന്തമായ ഒരു സിറ്റി അല്ലേ. നമ്മള് ടാസ്മാനിയയുടെ ഒക്കെ ഒരു ലുക്ക് ഉള്ള പോലൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഫിഫ്ത്ത് നമ്മുടെ ഗ്ലാസ്സിലെല്ലാം പ്രാണികളൊക്കെ വന്ന് അടിച്ച് അങ്ങനെ ഒരു ഇതായിപ്പോയി. ഇപ്പൊ നാളെ വണ്ടി രാവിലെ കഴുകണം, അതുകൊണ്ട് ഫ്രണ്ടിലെ വ്യൂ വന്നിട്ട് ക്ലിയർ അല്ല. അപ്പൊ നമ്മളിപ്പം പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. അതെ, നമ്മുടെ വീഡിയോസ്, പഴയ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. നമ്മുടെ നമ്മുടെ കേരള ട്രിപ്പിന് പോയപ്പം നമ്മൾ താമസിച്ചത് ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അവര് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അയർലൻഡിൽ നിന്ന്, അഡലേഡിന്. അപ്പം അവർ വന്ന കാലം മുതലേ നമ്മളെ വിളിക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വരാമെന്നെല്ലാം പറഞ്ഞായിരുന്നു. ഇങ്ങനെ സമ്മർ ആവാൻ വേണ്ടി നോക്കിയിരുന്ന് അങ്ങനെ നമ്മൾ ഫൈനലി വന്നാണ്. അപ്പം നമ്മൾ സമയം ഇപ്പം രാത്രി 10:30 ആയിട്ടോ. അവർ നമ്മളെ കാത്ത് നോക്കി കണ്ണിലെണ്ണ കഴിച്ചിരിക്കുകയാണ്, ഫുഡൊന്നും കഴിക്കാതെ. അപ്പം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. റിച്ചുകൂട്ടനും ദേവൂട്ടനും ഉറങ്ങിപ്പോയി. ഞാൻ ഫോട്ടോ നോക്കി, ഇവിടെ എങ്ങാണ്ട യൂണിറ്റ്, അത് ചേച്ചിയാണ് പുറത്ത് നിൽക്കുന്നത്. അതവർ പുറത്ത് നിൽക്കുന്നു, ചേട്ടന്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തിട്ടോ, ചേച്ചിന്റെ വീട്ടിലെത്തി. ഇത് അരുൺ ചേട്ടൻ എവിടെയുണ്ട്. അപ്പോൾ ലിയോകോട്ടൻ അരുൺ ചേട്ടനെ കണ്ടപ്പോഴത്തേക്കും ചാടി കയറി ചേട്ടൻ്റെ അടുത്തെത്തിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരോടും വർത്താനം പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അരുൺ ചേട്ടനെയും മോനെയും കാണുന്നത്. കാരണം ഞങ്ങൾ അയർലൻഡിൽ പോയപ്പോൾ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മോൻ അമ്പാടി എന്നാണ് വിളിക്കുന്നത്.
പിന്നെ ഇത് ചേച്ചി. അപ്പം നമ്മുടെ വീഡിയോയിലെല്ലാം ചേച്ചി ഒത്തിരി വീഡിയോയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ചവർക്കൊക്കെ പരിചയം ഉണ്ടാവും. അപ്പോൾ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് കുറേ വിഭവസമൃദ്ധമായ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം റിച്ചുകുട്ടനാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ചിത്രം കാണുന്നത്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ചേട്ടൻ വലിയൊരു കലാകാരനാണെന്നുള്ളത്. ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ ആ ഒരു സത്യം. അപ്പോൾ ഇതാ ചേട്ടൻ വരച്ച ചിത്രങ്ങളും കൂടി കാണാം. അപ്പോൾ ഇത് വരച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ പെയിൻറ്റിങ്. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തതാണ്. സൂപ്പറല്ലേ, അടിപൊളി, നല്ല, എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് അയർലൻഡിൽ നിന്ന് ചേട്ടൻ റെഡിയാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ചേട്ടൻ അവിടെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, അരുൺ സാമരാജൻ. അപ്പോൾ ഇത് തെയ്യം, ഇതും ചേട്ടൻ വരച്ചാണ്. കിടുമല്ലേ? അപ്പം നമ്മുടെ അഡലേഡ് വിശേഷങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു, ഗുഡ് നൈറ്റ്.